ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് ഗവർണർ. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നിസ്സാര അശ്രദ്ധ കൊണ്ട്, അപ്പോൾ നമ്മൾ ആ ശ്രദ്ധയല്ല, വർക്ക്ഷോപ്പ് അശ്രദ്ധയോ, അപ്പൊ അറിയാത്തവർക്ക് അറിയുന്ന ആളുകളായിരിക്കും കൂടുതലുണ്ടാവുക. എന്നത് അറിയാത്തവർക്കുള്ള ഒരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ BS4 വണ്ടി, ഇപ്പോൾ BS4 വണ്ടി ടാങ്കിൽ എയർ ടൈറ്റ് ആയിട്ട് ഒരു മിസ്സിങ് വരൽ പിന്നെ വളരെ കോമൺ ആയിരുന്നു. എയർ ടൈറ്റ് കൊണ്ട് പിന്നെ പെട്രോൾ ഇറങ്ങാതെ വരുന്നത് കൊണ്ട് അത് മിസ്സിങ് ആയിട്ട് വരിക. അത് പർജ് വാൽവ് ബ്ലോക്ക് ആവുക, അതല്ലെങ്കിൽ കാനിസ്റ്ററിന്റെ എയർ ഔട്ട് ബ്ലോക്ക് ആവുക എന്ന് സംഭവിച്ചു. ഇങ്ങനെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പർജ് വാൽവ് ഓപ്പൺ ആവുക, ട്യൂബ് ഓപ്പൺ ആവുക, അതുമാതിരി കാനിസ്റ്റർ പിന്നെ എൻ്റെ ഔട്ട് ബ്ലോക്ക് ആവുക എന്നീ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ശരിക്കും സാധനം സക്ക് ചെയ്യാത്തത്. അതായത് ഇതിന്റെ പെട്രോളിന്റെ ടോപ്പിൽ നിന്നും നമുക്ക് എയർ കിട്ടില്ല. അപ്പൊ എയർ സാധാരണ BS3ക്ക് മുകളിലൂടെ ഉണ്ടാവുക. പക്ഷെ ഇതിൽ എയർ കയറിയാൽ തന്നെ നമ്മൾ സാധാരണഗതിയിൽ പെട്രോൾ ഇറങ്ങുള്ളൂ. അതുകൊണ്ട് ഇതിൽ പെട്രോൾ ഇറങ്ങാതെ 1 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ മിസ്സിങ് വരും. 1 കിലോമീറ്റർ ഓടിയാൽ അപ്പോൾ തന്നെ മിസ്സിങ് വരും. പിന്നെ കുറച്ച് പിന്നെ ഓടും, പിന്നെ മിസ്സിങ് വരും. ആ രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടി എല്ലാവരും, ചില ആളുകൾ അതിന്റെ കറക്റ്റ് പിന്നെ കംപ്ലൈന്റ് ഷൂട്ട് ഔട്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും, ചിലപ്പം കസ്റ്റമർ പറയും എനിക്കിപ്പോൾ അത് വേണ്ട, തൽക്കാലം ഒന്ന് റെഡി ആയി മതി എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടും ചെയ്യുന്ന ഒരു വൻ അബദ്ധമാണ് ഞങ്ങളെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരിക്കലും അത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളെ വണ്ടിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഡേഞ്ചറാണ്. അത് വണ്ടി കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ ചൂടുള്ള സമയമാണ്. അതുമാതിരി തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ ഭാഗത്തുനിന്ന് വണ്ടി ഫയർ ആവും. അപ്പം അത് ആ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പൊ നിങ്ങളോട് കാണിച്ചു തരുന്നത്. വളരെ നിസ്സാര കാര്യമാണ് കേട്ടോ. ഇപ്പോൾ നിസ്സാരമായ കാര്യം എന്ന് പറഞ്ഞാൽ, അശ്രദ്ധ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കിന്റെ അശ്രദ്ധ. ആ സമയത്ത് ഓല കാര്യം കഴിച്ചുകൂടെ നമ്മളെ വണ്ടി ഓക്കെ ആണെന്ന് പറഞ്ഞു വരും. അപ്പൊ അതിന് വരുന്നത് പെട്രോൾ എന്ന് പറയുന്ന വേപ്പർ ട്യൂബാണ്. അപ്പൊ പെട്രോൾ വരുന്ന വേപ്പർ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിൽ ഒരെണ്ണം ഇത് ടാങ്കിന്റെ മുകളിലുള്ള പെട്രോൾ പിന്നെ ക്യാപ്പിന്റെ ഇടയിൽ വരുന്ന വെള്ളം ഒഴിഞ്ഞു പോണ ഒരു ഓസാണ് ഒന്ന് വരുന്നത്. അതിപ്പോ ഒന്നുമില്ല അതിന്റെ മുകളിൽ, അതൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിൽ ഇറങ്ങി പോയിക്കോളും. അത് ഉണ്ടെങ്കിൽ ഇട്ട് ഒന്ന് ഒഴിവാക്കി പുറത്തേക്ക് വിടുക. അതല്ലെങ്കിൽ ഇതിൽ പ്ലഗിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് താഴേക്ക് വെള്ളം കറക്റ്റ് അങ്ങ് പോകുന്നുള്ളൂ. അതൊരു വലിയ വിഷയമല്ല. അത് റോസ് ഉണ്ടെന്നെങ്കിൽ റോസ് ഇട്ട് പുറത്തേക്ക് ആക്കിയിട്ട് വളരെ നല്ലതായിരിക്കും. പിന്നെ സ്പാർക്ക് ലീക്ക് അതൊക്കെ നല്ലതാണ്. അപ്പൊ ഇതാണ് ഈ ഹോസ് വരുന്നത്. അപ്പം ചില ആളുകൾ ഇതങ്ങ് ഊരിയിടും, അല്ലെങ്കിൽ ഈ ഹോസ് ഇവിടെ ഉണ്ടാവില്ല. ഇത് ഊരിയിട്ട് പൊട്ടിക്കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ പൊട്ടിക്കിടക്കുന്നുണ്ടാവും. അത് എന്നിട്ട് അവിടുന്ന് കാർബറേറ്ററിന്റെ അവിടേക്ക് വരുന്ന സാധനം അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വണ്ടി BS3 വർക്ക് ചെയ്യും. കാരണം എയർ ഇതിലൂടെ കയറല്ലോ. എയർ ഇതിലൂടെ കിട്ടാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ട് പെട്രോൾ ഇറങ്ങും, പെട്രോളിന് ബ്ലോക്ക് ഉണ്ടാവില്ല. അപ്പൊ ഞാനിതിൽ ടെക്നിക്കൽ വശങ്ങളായിട്ട് കൂടുതലായിട്ടും ടെക്നിക്കൽ ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണ്, ഇത് സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത്. ടെക്നിക്കലായിട്ട് കുറെ വേർഡുകളും മറ്റും എല്ലാം ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കില്ലല്ലോ. അപ്പം സാധാരണക്കാർ ബുള്ളറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിൽ എന്താണ് ഇത് പ്രശ്നം സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇതിൽ പെട്രോളിന്റെ ഒരു ആവിയുണ്ട്. പെട്രോളിന് മുകളിൽ കിടക്കുന്നത് ആവി ചൂടായിട്ടൊക്കെ, അതായത് പെട്രോളിനൊരു വേപ്പർ എന്ന് പറഞ്ഞാൽ പെട്രോളിന് ആവിയുണ്ട്. അത് ആ സാധനം ഇതിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഇത് പുറത്തേക്ക് വന്നിട്ട് ഇവിടെ കിടക്കുന്ന ഒരു വാൽവ് വലിച്ചെടുത്തിട്ട് അത് കാനിസ്റ്ററിലേക്ക് വന്നിട്ട് തിരിച്ചിട്ട് കാർബറേറ്ററിലേക്ക് വിടുന്ന ഒരു സിസ്റ്റമാണിത്. അതുകൊണ്ടാണ് BS4 കുറച്ചുകൂടെ ഒരു മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടി. അപ്പം ഈ വേപ്പറും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. BS4 പെട്രോളിന്റെ ആവിയും കൂടെ ഉപയോഗിക്കുന്നുണ്ട് കാർബറേറ്ററിലേക്ക് എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അപ്പൊ ഈ ഒരു സംഗതി ഊരി കടന്നു കഴിഞ്ഞാൽ പെട്രോളിന്റെ വേപ്പർ ഇങ്ങനെ പുറത്ത് ഇതിലേക്ക് വരാൻ തുടങ്ങും. അപ്പൊ ഇവിടെ കിടക്കുന്നത് എന്താണ്? സ്പാർക്ക് പ്ലഗ് ആണ്. സ്പാർക്ക് പ്ലഗ് ആണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ സ്പാർക്ക് ഉണ്ടല്ലേ, ഇവിടെ ഇതിലെ ഈ സ്പാർക്ക് വരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ അഡാപ്റ്ററിന്റെ കംപ്ലൈന്റോ അതല്ലെങ്കിൽ അഡാപ്റ്ററിന്റെ ലീക്കോ വല്ലതും വന്നു കഴിഞ്ഞാൽ സ്പാർക്ക് ഇവിടെ നിന്ന് ഔട്ടടിക്കും. സ്പാർക്ക് ഔട്ടടിച്ച് കഴിഞ്ഞാൽ അപ്പം വണ്ടി ഇവിടെ തീ കത്തും. ഇവിടെ കത്തി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇട്ട് ഓടും. കാരണം വണ്ടി തയ്യാറാവുമ്പോൾ നമ്മൾ വണ്ടി ഇട്ട് ഓടുകയാണല്ലോ ചെയ്യുക. അപ്പൊ വണ്ടി മുഴുവൻ കത്തിത്തീരും. അപ്പം അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. ആരും നിസ്സാരമായിട്ട് കാണരുത്. നമ്മൾ BS4 വണ്ടിയാണ് ഇവിടെ ഉള്ളതെങ്കിൽ, അപ്പൊ BS4 സ്റ്റേജ് സെക്കൻഡിൽ ഇത് ശരിക്കും ഒന്ന് ബെൻഡാക്കി പുറത്തേക്ക് മുകളിലേക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ കറക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് താഴെ തന്നെയാണ്. കുറച്ച് ബെൻഡായിട്ട് മുകളിലേക്ക് കിടക്കുന്ന ഒരു പൈപ്പ് ഉണ്ടാവും. ഇതിങ്ങനെ വളഞ്ഞ് മുകളിലേക്കായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ആണെങ്കിലും കൂടെ ആ ഒരു പൈപ്പ്, ഈ പൈപ്പ് ഇവിടെ എവിടെയാണ് ഊരിയിട്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലാണ് നമ്മൾ ഒഴിവാക്കിയിട്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതങ്ങ് പൊക്കോളും.
പക്ഷെ ഈ ഒരു വിഷയം ഇത് ഡയറക്റ്റ് സ്പാർക്കിലേക്കാണ് വരുന്നത്. ഒരു കാരണവശാലും ഈ ഒരു ഇത് നിങ്ങളെ വണ്ടി BS4 ആണോ, ഈ ഹോസ് തുറന്നു കിടക്കുന്നുണ്ടോ എങ്കിൽ അത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കാനിസ്റ്റർ പിന്നെ പർജ് വാൽവ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഓപ്പൺ ചെയ്യണം. അത് സർവീസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് BS4 സിസ്റ്റത്തിൽ നിന്ന് വണ്ടി ഓടിക്കാൻ നോക്കണം. ഇനി അതല്ല നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ ഈ ഒരു ഹോസ് ഇട്ടിട്ട് ഒരു പൈപ്പ് ഇട്ടിട്ട് ചെറിയൊരു പൈപ്പ് ഇട്ടിട്ട് ഈ ഭാഗത്തേക്ക് ഇടുന്നെങ്കിൽ ഒഴിവാക്കിയിടണം. ഇവിടെ എങ്ങനെ ഇടരുത്. ഈ ഒരു ഹോസ് ഉണ്ടല്ലോ, ഈ ഹോസ് നമ്മൾ കണക്ട് ചെയ്തു, ഇതുവേണം കണക്ട് ചെയ്തു, ഇത് മുകളിലേക്ക് കണക്ട് ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും ആണ് നമ്മൾ ഓപ്പൺ ആക്കി, ഇവിടെ ഒരു ടീ കണക്ടർ ഉണ്ടാവും, അവിടെ ഊരിയിട്ടാലും മതി. ആർക്കെങ്കിലും മെക്കാനിക്സിന് ആരെങ്കിലും ഊരിയിടുക എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ നിങ്ങൾ അയച്ചിടരുത്. ടീ കണക്ടറിൽ ഇവിടെ ഒഴിവാക്കിയിട്ടാൽ മതി. അതല്ലെങ്കിൽ BS4 കംപ്ലൈൻസ് ഏതാണ്, ഏത് ഭാഗത്താണ് കംപ്ലൈൻസ് നോക്കിയിട്ട് അത് നമുക്ക് പരിഹരിക്കാൻ ഷൂട്ട് ഔട്ട് ചെയ്യാൻ നോക്കുക. അപ്പം ഇത് എല്ലാ BS4 ഓണേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് നമ്മളെ ഒരു ലൈഫ് സേവിങ് ടിപ്സ് ആണ് ഇപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ടെക്നിക്കൽ വീഡിയോ ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.